പോടാ, കൊന്നുകളെ ഞാൻ. പോടാ. എടീറ്റ് പോടാ. പോൻ. കല്യാണി, കല്യാണി, ആ ഡ്രസ്സിങ് തരാമോ? വല്യുഞ്ഞേ, കല്യാണി, എന്റെ ജീവനായി കൊണ്ടു നടന്നിട്ട് ഇന്നുവരെ മോശമായൊരർത്ഥത്തിൽ നിന്നെ ഞാനൊന്ന് നോക്കിയിട്ട് പോലുമില്ല. ഇന്നൊരു പുരുഷന്റെ മുന്നിൽ മാനം മറയ്ക്കാനാകാതെ നിസ്സഹായായി നിൽക്കേണ്ടി വന്ന നിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവും. തലകുനിച്ച് നിൽക്കരുത്. ഈ നെഞ്ചിലെ നഷ്ടഭാരം മാറ്റാൻ എനിക്കറിയാം. ഇപ്പൊ ഇവിടെ വച്ച് ഈ ദേവിയെ സാക്ഷിയാക്കി ഞാൻ നിന്റെ കഴുത്തിൽ താലി കെട്ടാൻ പോവാ. അരുത്. അമ്മ എടുത്തു തന്ന താലിയെ കെട്ടുള്ളൂന്ന് മാഡത്തിന് വാക്ക് കൊടുത്തത് മറന്നോ? അമ്മയുടെ കൈകൊണ്ട് എടുത്തു തരുന്ന താലി കൊണ്ട് എന്റെ കല്യാണം നടക്കൂ. ഇത് സത്യം. ഒരു പെണ്ണിന്റെ മാനത്തോളം വലുതല്ല ഒരു വാക്ക്. താലി കിട്ടുന്നവന്റെ വാക്കിന്റെ വിലയാ ഒരു പെണ്ണിന്റെ മാനം. എന്റെ വല്യുഞ്ഞ് വാക്ക് തെറ്റിക്കാതിരിക്കുന്നതാ എനിക്കിഷ്ടം. അമ്മ എടുത്തു തരുന്ന താലി വേണം വല്യുഞ്ഞെന്റെ കഴുത്തിൽ കെട്ടാൻ. അതാ എന്റെ സന്തോഷം. നിന്റെ ഇഷ്ടവും സന്തോഷവും എനിക്കെല്ലാത്തിലും വലുത്. അത് തന്നെ നടക്കട്ടെ.
ആനന്ദ വാ 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 എടുക്ക് ലൗഡ് സ്പീക്കർ ഇട്. ആനന്ദേ പറയ്. കല്യാണിയെ കണ്ടോ എന്ന് ചോദിക്കും. നിക്ക്. ആനന്ദ് കല്യാണി കണ്ടോ? ആ, കല്യാണി എന്റെ കൂടെ ഉണ്ട്. കാര്യങ്ങളൊക്കെ ഞാൻ വന്നിട്ട് വിശദമായിട്ട് പറയാം. ആദ്യം നീ ആ ഫോണൊന്ന് ലൗഡ് സ്പീക്കറിലിട്. ലൗഡ് സ്പീക്കർ തന്നെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാൻ പോകുന്നത് രണ്ടുപേരും ശ്രദ്ധിച്ച് കേൾക്കണം. ആ ബ്രോ പറഞ്ഞോ, കേൾക്കുന്നുണ്ട്. ഓക്കെ, ഇതാണ് പ്ലാൻ, മനസ്സിലായോ? സൂപ്പർ പ്ലാൻ ബ്രോ. നീ പെട്ടെന്ന് വാ. വരാം, ഞാൻ പറഞ്ഞതെല്ലാം അറേഞ്ച് ചെയ്യുക. ആ അതൊക്കെ ഞങ്ങൾ അറേഞ്ച് ചെയ്തോളാം. ബ്രോ പെട്ടെന്ന് ഇങ്ങോട്ട് വാ, കല്യാണിയും കൂട്ടിയിട്ട്. ശരി. ഇതുവരെ റെഡിയായി ഇറങ്ങിയില്ലേ? കൊള്ളാം. ഇനി എപ്പോഴാ? കല്യാണച്ചക്കൻ ഇതുവരെ റെഡിയായില്ല. അതിനു മുമ്പ് നാട്ടുകാരെ എല്ലാം വിളിച്ചു വരുത്തിക്കോളാം. വയ്യ. ഹേയ് ഇല്ല, ആദ്യം സമൂഹ വിവാഹം. അത് ഹാളിൽ വെച്ചാ നടക്കുന്നത്. അതിനുശേഷം ഇവിടെ വെച്ച് ആനന്ദിന്റെ കല്യാണം. ഓക്കെ ഓക്കെ, വേഗം ആവട്ടെ. കൊള്ളാം, നിന്നെ ഇന്ന് കണ്ടതേ ഇല്ലല്ലോ. അത് പിന്നെ ഞാൻ നീ ഇവിടെ ചുറ്റിക്കറങ്ങി നിൽക്കാതെ കാര്യങ്ങളെല്ലാം റെഡിയാണോ എന്ന് പോയി നോക്ക്. അത് ചേച്ചി, ആനന്ദ് ഇതുവരെ റെഡിയായി വന്നിട്ടില്ല. കൊള്ളാം, അത് ഞാൻ തന്നെ പോയി നോക്കണോ? എന്റെ വിലാസിനി, നിനക്കതൊക്കെ ഒന്ന് പോയി ശ്രദ്ധിച്ചൂടെ? അത് ചേച്ചി, ഞാൻ ആനന്ദിനെ വിളിക്കാൻ ജയന്തിയെ പറഞ്ഞയച്ചതാ. എന്നിട്ട് ജയന്തി പോയപ്പോ ആനന്ദ് ഒരുങ്ങുകയാണെന്നും പറഞ്ഞു ഒന്ന് കാണാൻ പോലും അനുവദിച്ചില്ല. ആ അരവിന്ദ് സുബ്രുവും കൂടി. പിന്നെ ഞാൻ പോയപ്പോഴും റെഡിയാവുകയാണെന്നാ പറഞ്ഞത്. അപ്പൊ ആനന്ദ് റെഡി ആയിട്ടുണ്ടാവില്ല. അതല്ല, ഒരുപാട് ചടങ്ങുകളൊക്കെ ചെയ്യാനുള്ളതല്ലേ. ചേച്ചി ഒന്ന് പോയി. ഹായ്, എത്തിയോ? ഓഹോ, എപ്പോ എത്തി? ഓഹോ, ഓക്കെ ഓക്കെ ഓക്കെ, ശരി ശരി. എങ്ങനെയെങ്കിലും ആനന്ദിന്റെ മുറിയിലേക്ക് വിളിച്ചോണ്ട് പോയി ആനന്ദ് അവിടെ ഉണ്ടോ അതോ അവളെ തെരഞ്ഞു പോയോന്ന് അറിയാന്ന് വിചാരിച്ചപ്പോ FM സ്റ്റേഷൻ തുറന്നു വെച്ചതുപോലെ രാവിലെ തുടങ്ങിയ വിളിയാ. വിളിച്ചോ, ലോകത്തുള്ള എല്ലാവരെയും വിളിച്ചോ. അവസാനം കല്യാണ ചെക്കൻ മാത്രം കാണില്ല. കല്യാണി, കല്യാണി, ആരൊക്കെ എതിർത്താലും നിന്റെ അമ്മയുടെ ആത്മാവ് നമ്മൾ തമ്മിൽ ഒരുമിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. അല്ലെങ്കിൽ ഈ കമ്മൽ ആ കെട്ടിടത്തിലുണ്ടെന്ന് കല്യാണി എന്നോട് വിളിച്ചു പറയില്ലായിരുന്നു. ഹലോ ബ്രോ, എവിടെ എത്താറായോ? എന്താണ്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നങ്ങൾ ഇതുവരെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ ഇനി എടുക്ക്, ഞാൻ പറയാം. അച്ചു, ആദ്യം നീ ഒരുങ്ങി നോക്കാൻ ജയന്തി വന്നു. അവളെ എങ്ങനെയെങ്കിലും ഒഴിവാക്കി വിട്ടപ്പോ പിന്നെ വന്ന നിങ്ങളുടെ ഇളയമേ. ഇളയമ എത്തിയോ? പഠിച്ച പണി 18 നോക്കി റൂമിനകത്ത് കയറാൻ. ഗംഗ ഒരുങ്ങി വരുമ്പോ നീ ഒരുങ്ങി താഴെ എത്തിയിരിക്കുന്നു പറഞ്ഞ ഒരുവിധം ഒഴിവാക്കി വിട്ടത്. ഇങ്ങടുത്താ ബ്രോ, അകത്തൊരുങ്ങിക്കൊണ്ടിരിക്കുന്നു പറഞ്ഞൊന്നും ഇളയമ്മ അങ്ങോട്ട് വിശ്വസിച്ചിട്ടില്ല കേട്ടോ. മിക്കവാറും അമ്മയോട് പോയി പറഞ്ഞിട്ട് അമ്മ ഇങ്ങോട്ട് അയക്കും. അമ്മ വന്നാ പിന്നെ ഒരു രക്ഷയില്ല, അറിയാലോ. ആകെ പെട്ടു. അമ്മ വന്ന റൂമിനകത്ത് കയറാതെ നോക്ക്. ഇനി കുറച്ചു നേരം കൂടിയല്ലേ ഉള്ളൂ, ഞാൻ എത്തും. ബ്രോ, അത് പറ്റില്ല. ഒക്കെ പറ്റും. ഇത്രയും നേരം പിടിച്ചു നിന്നില്ലേ, കുറച്ചു നേരം കൂടി എങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക.
കല്യാണിക്കും ഫ്രഷ് ആവണം. ശരി, ഫോൺ വെച്ചേക്ക്. എന്തായി, എത്തിയോ? കൊല്ലിഞ്ഞൻ എത്തിയിട്ടില്ല, ഇനി കുറച്ച് സമയം വേണമെന്ന്. ശ്ശെ, ഇനി വൈകുന്നോ? ഈശ്വര, അഖിലാന്റി അങ്ങനെ വന്ന തീർന്നു. ഞാൻ എങ്ങോട്ടെങ്കിലും പോവാ. നമസ്കാരം. ശരി, അവിടെ വെള്ളമുണ്ടേ. നമസ്കാരം. അകത്തോട്ട് ചെന്നാട്ടെ. നമസ്കാരം ചേട്ടാ. ശരി ശരി. നമസ്കാരം. കയറിയിരിക്കും. നീരജിന്റെ വീട്ടുകാരെത്തി. ഈ കല്യാണി മാത്രം എന്താ ഇതുവരെ എത്താത്തെ? വന്നാട്ടെ. എന്താ താമസിച്ചേ? ഇപ്പോ ഈ നിയന്ത്രണങ്ങൾ കൂടി ആയപ്പോ റോഡാകെ ഹെവി ട്രാഫിക്, അതാ വൈകിയത്. അല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂർ മുമ്പേ എത്തിയനെ. അഖില മേഡം എത്തിയില്ലേ? മാഡം എത്തിയിട്ടില്ല. വീട്ടിലെ ചടങ്ങുകളൊക്കെ നടക്കുന്നേ ഉള്ളൂ. ഉടനെ എത്തും. കല്യാണി എത്തിയില്ലേ? അത് ഓൺ ദി വേ. ഇപ്പൊ ഉടനെ എത്തും. നിങ്ങൾ വാ. വന്നട്ടെ. വെൽക്കം ഡ്രിങ്ക് ആണ്, കുടിക്കാം. കല്യാണിയുടെ അച്ഛനും കുടിക്കും. ഏയ് വേണ്ട, വേറെ ഒന്നുമല്ല. കല്യാണിയുടെ താലികെട്ട് കഴിയുന്നവരെ ജലപാനം പോലും കഴിക്കില്ല എന്നൊരു വ്രതത്തിലാണ് ഞാൻ. ടെൻഷനൊന്നും വേണ്ട ദാസേട്ടാ, എല്ലാം നല്ലതുപോലെ നടക്കും.
ആന്റി ഞാൻ റെഡി. ആനന്ദ് റെഡിയായോ? എനിക്കറിയില്ല. അറിയില്ലെന്നോ? രാവിലെ എന്തൊക്കെയോ ചടങ്ങുകളുണ്ടെന്ന് പറഞ്ഞിട്ട് ആനന്ദ് ഇതുവരെ റെഡിയായില്ലേ? ആനന്ദ് എവിടെ? എന്ത് ചെയ്യാ ആന്റി? ഞാൻ മുകളിലേക്ക് ചെല്ലാം. ശരി. അതെ, എനിക്ക് അറിഞ്ഞൂടാ. ആദ്യം ജയന്തി പറഞ്ഞു വിട്ട് നോക്കിച്ചു. അപ്പൊ അവൻ അവിടെ നീരാടുകയാണെന്നോ ഡ്രസ്സ് ചെയ്യുകയാണെന്നോ ഒക്കെ പറഞ്ഞ് അവനെ ഒന്ന് കാണാൻ പോലും അനുവദിക്കാതെ ആ സുബ്രുവും അരവിന്ദും കൂടി അവളെ അവിടുന്ന് ഓടിച്ചു വിട്ടു. ശരി, ആയിക്കോട്ടെ. ദേ, എങ്കി പിന്നെ ഞാൻ തന്നെ പോയി നോക്കിക്കളയാന്ന് കരുതി നോക്കിയപ്പോഴേ അത് തന്നെ ഗതി. ആനന്ദ് ഡ്രസ് ചെയ്യാണ് പോലും. രണ്ടെണ്ണവും കൂടി വാതിലടഞ്ഞിങ്ങ് നിൽക്കുക. അവന്മാരെന്തോ ഒളിപ്പിക്കുന്നുണ്ട്. ആനന്ദ് ആ മുറിയിലില്ല. അവൻ അടുക്കളക്കാരിയെ തേടി ഇറങ്ങിക്കാണും. ഞാൻ ചെന്ന് അഖിലയോട് കാര്യം പറഞ്ഞു. അത് നന്നായി ആന്റി. അല്ല ആന്റി, ആന്റി എന്താ ആലോചിക്കുന്നത്? അതല്ല ഗംഗി, ഞാൻ ആ അടുക്കളക്കാരി കല്യാണിയുടെ ദേഹത്ത് ഒരു തുണ്ട് തുണി പോലും ഇല്ലാതെ അടച്ചിട്ടിട്ടാ വന്നത്. ഇവിടെ സമൂഹ വിവാഹം നടക്കാൻ പോവാ. ഇതുവരെ ഒരു കുഞ്ഞു പോലും അവളെ തെരഞ്ഞു വന്നില്ല. ഡ്രൈവർ ദാസോ ആ അനിയൻ ചെക്കനോ കല്യാണിയെ കാണാനില്ലെന്നും പറഞ്ഞ് അലറി വിളിച്ച് ഓടുന്നു വിചാരിച്ചപ്പോ അതും കണ്ടില്ല. അവളെ കെട്ടാൻ പോകുന്ന ആ നീരജെങ്കിലും അന്വേഷിക്കണ്ടേ അവളെ? അതാ എനിക്കങ്ങോട്ട് മനസ്സിലാവാത്ത. അതെ ആന്റി, ഒരു കല്യാണ പെണ്ണിനെ കാണാതായിട്ടും ആരും അന്വേഷിക്കുന്നില്ല എന്ന് വെച്ചാ? നമ്മളിവിടെ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോ അവൾ അയവറക്കെ കൊണ്ട് നടക്കുന്ന കണ്ടില്ലേ? ആന്റി, ദേ, ഇവിടെ ഒരു കല്യാണം നടക്കാൻ പോവാ. നീ ഇങ്ങനെ തിന്നും കുടിച്ച് നടക്കുകയാണോ? നീ ആ സമൂഹ വിവാഹം നടക്കുന്ന സ്ഥലത്തേക്ക് ചെന്ന് നീരജും കല്യാണിയും ഒക്കെ വന്നോ ഒന്ന് നോക്കിയിട്ട് വാ. ചെല്ല്. ശരി ആന്റി.